ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 95 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. 2 ദിനവൃത്താന്തം 10 മുതൽ 13 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായം. ഇതായിരുന്നു പോർഷൻസ് കേട്ടോ. ഓൾറെഡി 5 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് ഉത്തരങ്ങൾ പറയുന്നു കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദൈവപുരുഷനും പ്രവാചകനുമായിരുന്ന വ്യക്തി. ഇതായിരുന്നു ചോദ്യം. ഉത്തരം ശമയ്യാവ്. ഓക്കെ, 2 ദിനവൃത്താന്തം 11:2, 12:5 ഇതിലാണ് ഉത്തരം നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് 88 മക്കളും എൻ്റെ മകന് 38 മക്കളും ഉണ്ടായിരുന്നു. അപ്പനും മകനും ആരെല്ലാം? ഇതായിരുന്നു ചോദ്യം. ഉത്തരം അപ്പൻ രഹബയാം, 28 പുത്രന്മാർ, 60 പുത്രിമാർ, അങ്ങനെ 88. മകൻ അബിയാവ്, 22 പുത്രന്മാർ, 16 പുത്രിമാർ, 38 കേട്ടോ. 2 ദിനവൃത്താന്തം 11:21, 12:16, 13:21 ഈ വാക്യങ്ങളിലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പാഠഭാഗത്ത് കാണുന്ന ഒരു ആയുധം നിർമ്മിച്ചത് 2 പേർ, 2 ലോഹങ്ങൾ ഉപയോഗിച്ചാണ്. ആയുധം ഏത്? ലോഹങ്ങളേവ. നിർമ്മിച്ച വ്യക്തികൾ ആരൊക്കെ? അവർ തമ്മിലുള്ള ബന്ധം എന്ത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ആയുധം പരിച, ലോഹങ്ങൾ പൊന്ന്, താമ്രം, വ്യക്തികൾ ശലോമോൻ, രഹബയാം, ബന്ധം അപ്പനും മകനും. 2 ദിനവൃത്താന്തം 12:9, 10 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സ്തേഫാനോസിൽ നിറവായി കണ്ട 4 കാര്യങ്ങൾ ഏവ? ഉത്തരം വിശ്വാസം, പരിശുദ്ധാത്മാവ്, കൃപ, ശക്തി. അപ്പോസ്തല പ്രവർത്തികൾ 6:8, അതുപോലെ 5 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ശരീര അവയവത്തിന്റെ ഒരു ഭാഗം 5 അക്ഷരമുണ്ട്. 1, 3 അക്ഷരങ്ങൾ ചേരുമ്പോൾ മറ്റൊരു അവയവത്തിന്റെ പേര് കാണാം. എങ്കിൽ ഏതാണ് 5 അക്ഷരമുള്ള ശരീരാവയവത്തിന്റെ ഭാഗം? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം ചെറുവിരൽ. 2 ദിനവൃത്താന്തം 10:10, കൈയുടെ ഒരു ഭാഗം, അതാണ് ചെറുവിരൽ കേട്ടോ. മറ്റൊരു അവയവം ചെവി. അപ്പോ ഇതായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് അയക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ബൈബിൾ പോർഷൻ പറയുന്നു. 2 ദിനവൃത്താന്തം 14 മുതൽ 17 വരെയും അപ്പോസ്തല പ്രവർത്തികൾ 7-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. അടുത്ത എപ്പിസോഡുമായിട്ട് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me Angel signing off. Bye and take care.